ടോപ്പ് ട്യൂഷൻ്റെ ക്ലാസ് 9 കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ 8 ഓർഗാനിക് കെമിസ്ട്രി. ലെറ്റ് us assess സെക്ഷൻ. ക്വസ്റ്റ്യൻ: ഒരു ഹൈഡ്രോകാർബണിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്. കണ്ടൻസ്ഡ് ഫോർമുല എഴുതുക. കണ്ടൻസ് ഫോർമുല എഴുതുമ്പോൾ കാർബൺ കാർബൺ ബോണ്ട് മാത്രം കാണിക്കും. കാർബണിനോട് ചേർന്നുള്ള ഹൈഡ്രജൻ ചേർത്തെഴുതും. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2 കണ്ടൻസ് ഫോർമുല. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന മൊളിക്കുലാർ ഫോർമുല. മൊളിക്കുലാർ ഫോർമുല ഹൈഡ്രോകാർബണിൽ ടോട്ടലി എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട് ചേർത്തെഴുതും. ആൻസർ C4H8 മൊളിക്കുലാർ ഫോർമുല. നെക്സ്റ്റ് കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. ഈ ഹൈഡ്രോകാർബൺ ഉള്ള ഹോമോലോഗ സീരീസിലെ ഫസ്റ്റ് മെമ്പറിൻ്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഡബിൾ ബോണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ആൽക്കീൻ ആണെന്ന്. പിന്നെ കാർബൺ ഹൈഡ്രജൻ റേഷ്യോ വെച്ച് നോക്കിയാലും 4 കാർബൺ ഉണ്ട്, 8 ഹൈഡ്രജൻ. സോ CnH2n ആണ് ഹോമോലോഗ സീരീസ്, ദാറ്റ് ഈസ് ആൽക്കീൻ ആണ് ഇത്. ആൽക്കീൻ ഈ ഹോമോലോഗ സീരീസിലെ ഫസ്റ്റ് മെമ്പർ C1H2x1. C1H2 പോസിബിൾ ആണോ? അല്ല. കാർബണിൻ്റെ കൂടെ 2 ഹൈഡ്രജൻ മാത്രമാണെന്നുണ്ടെങ്കിൽ ഒക്ടേറ്റ് കംപ്ലീഷൻ നടക്കില്ല. അപ്പോൾ 1 ഉള്ള മെമ്പർ പോസിബിൾ അല്ല. സോ 2 കാർബൺ ഉള്ള മെമ്പർ ആയിരിക്കും ആൽക്കീൻ ഫാമിലിയിലെ ഫസ്റ്റ് മെമ്പർ. സോ C2H2x2 C2H4 ആണ് ഫസ്റ്റ് മെമ്പറിൻ്റെ മോളിക്കുലാർ ഫോർമുല. അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനായിട്ട് കാർബൺ 2 ഉണ്ട്. അപ്പോൾ 2 കാർബൺ വരച്ചു. ആൽക്കീൻ ആയത് കാരണം അത് ഡബിൾ ബോണ്ടാണെന്ന് മനസ്സിലായി. ഡബിൾ ബോണ്ട് കാർബൺ കാർബൺ വരച്ചു. 4 ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ വീതം ഓരോ കാർബണിലും കൊടുത്തു. ഇതാണ് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ഫസ്റ്റ് മെമ്പർ. നെക്സ്റ്റ് IUPAC നെയിം. IUPAC നെയിം കാർബൺ എത്രയെന്ന് കൗണ്ട് ചെയ്തു? 4 ആണ്. ബ്യൂട്ടാണ് റൂട്ട് വേർഡ്. സോ ആൽക്കീൻ ആയത് കാരണം ബ്യൂട്ടീൻ. ഇനി IUPAC നെയിം ഓഫ് ദ ഫസ്റ്റ് മെമ്പർ ആണെങ്കിൽ 2 കാർബൺ വേർഡ് റൂട്ട് വരുന്നത് എത്താണ്, എത്തീൻ. നെക്സ്റ്റ് നമുക്കൊരു ഹോമോലോഗ സീരീസ് തന്നിട്ടുണ്ട്. മിസ്സിംഗ് മെമ്പറിനെ കണ്ടുപിടിക്കണം. മിസ്സിംഗ് മെമ്പറിനെ കണ്ടുപിടിക്കാൻ ഒരു CH2 ഈ പ്രീവിയസ് മെമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്തു. C3H8ൻ്റെ കൂടെ ഒരു കാർബൺ കൂട്ടുക, 2 ഹൈഡ്രജൻ കൂട്ടുക. അപ്പോൾ C4H10. ഇത് വേറൊരു രീതിയിലും കാണാം. ഈ തന്നിരിക്കുന്ന എലമെൻസിൻ്റെ ഹോമോലോഗ സീരീസ് എത്രയാണെന്ന് നോക്കൂ. C2H6 പറയുമ്പോൾ CnH2n+2 ആണ്. അപ്പോൾ CnH2n+2 ആണ് ഈ ഹോമോലോഗ സീരീസിൻ്റെ ജനറൽ ഫോർമുല. ഇത് 2 കാർബൺ ആറ്റം, ഇത് 3 കാർബൺ ആറ്റം. ഇനി അടുത്ത മെമ്പറും 4 കാർബൺ ആറ്റം. അപ്പോൾ CnH2n+2ൽ ഈ എന്നിൻ്റെ വാല്യൂ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് കിട്ടുന്നത് C4H10 മിസ്സിംഗ് മെമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: റൈറ്റ് ദ നെയിം ഓഫ് ദ ഹോമോലോഗ സീരീസ്. ഈ ഹൈഡ്രോകാർബൺസ് ബിലോങ് ചെയ്യുന്ന ഹോമോലോഗ സീരീസിൻ്റെ നെയിം. അപ്പോൾ കാർബൺ ഹൈഡ്രജൻ റേഷ്യോ നമ്മൾ നോക്കി. CnH2n+2 ആണ്. അപ്പോൾ ആൽക്കൈൻ ഫാമിലി ആണെന്ന് മനസ്സിലായി. ഇനി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് C2H6. സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനായിട്ട് ആദ്യം 2 കാർബൺ ആണ്. 2 കാർബൺ ആറ്റം CC ബോണ്ട് വരച്ചു. 6 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 3 ഹൈഡ്രജൻ ഈ കാർബണിലും 3 ഹൈഡ്രജനും ഈ കാർബണിലും കൊടുത്താൽ CH ബോണ്ട് ഫോം ചെയ്യുമ്പോൾ കാർബണിൻ്റെ 4 ഇലക്ട്രോൺസും കംപ്ലീറ്റ് ചെയ്ത് ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്ത് ഇനഫ് ഹൈഡ്രജൻ ഉള്ളത് കാരണം സിംഗിൾ ബോണ്ടായിട്ട് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് മോളിക്കുലാർ ഫോർമുല ഓഫ് സം ഹൈഡ്രോകാർബൺസ് തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏതൊക്കെയാണ് ആൽക്കെയിൻസ്. ആൽക്കെയിൻസ് എന്ന് പറയുമ്പോൾ ജനറൽ ഫോർമുല CnH2n+2 ആണ്. ഇതിൽ ഏതൊക്കെയാണ് CnH2n+2ൽ ഫോളോ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ C3H8 2n+2ലാണ്. ഇനി അടുത്തത് C4H10. ഇതെല്ലാം CnH2n+2ൽ ഫോളോ ചെയ്യുന്ന ഹൈഡ്രോകാർബൺസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഇസ് ദ ജനറൽ ഫോർമുല ഓഫ് ആൽക്കീൻ. ആൽക്കീൻ്റെ ജനറൽ ഫോർമുല ഏതാണ്? CnH2n. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മോളിക്കുലാർ ഫോർമുല ഓഫ് ആൽക്കൈൻ. 4 കാർബൺ ആറ്റമുള്ള ആൽക്കൈൻ്റെ മോളിക്കുലാർ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. ആൽക്കൈൻ്റെ ജനറൽ ഫോർമുല ആദ്യം ഓർക്കുക. ആൽക്കൈൻ്റെ ജനറൽ ഫോർമുല CnH2n-2 ആണ്.
4 കാർബൺ ആറ്റം ഉണ്ടെന്ന് പറയുമ്പോൾ എന്നിനെ നമ്മൾ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത C4H 2 × 4 -2 2 × 4 8 -2 6. സോ C4H6 ബ്യൂട്ടൈൻ ആണ് ഈ ഹൈഡ്രോ കാർബൺ. അതിൻ്റെ മോളിക്കുലാർ ഫോമുല C4H6. മിസ്സിംഗ് ഹൈഡ്രോ കാർബൺസ് ഫില്ല് ചെയ്യാം ഈ ഹോമോലോഗസ് സീരീസിൽ. നോക്കാം. കാറ്റഗറി എ, ഒരു ഹോമോലോഗസ് സീരീസിലെ മിസ്സിംഗ് മെമ്പർ കാണാൻ പ്രീവിയസ് മെമ്പറിനെ കൂടെ CH2 ആഡ് ചെയ്യുക. ഇനി ഈ കേസിൽ ഈ സീരീസിലെ ഈ മെമ്പറിന് മുമ്പുള്ള മെമ്പർ കാണാൻ ഒരു CH2 മൈനസ് ചെയ്യുക. CH2 എന്ന് പറയുമ്പോൾ ഒരു കാർബൺ 2 ഹൈഡ്രജൻ. ഇവിടെ CH2 ആഡ് ചെയ്ത് നമുക്ക് ടേബിൾ ഫില്ല് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കാറ്റഗറി സി. ഈ കാറ്റഗറി സി ഏത് ഹോമോലോഗസ് സീരീസിലാണ് പെടുന്നത്? കാറ്റഗറി സിയുടെ ജനറൽ ഫോമുല നോക്കൂ. CnH2n -2 ആണ്. C2 ആകുമ്പോൾ 2 × 2 -2 4 -2 C2H2 അത് ആൽക്കൈൻ്റെയാണ്. CnH2n -2 ആണ് കാറ്റഗറി സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് ദ ജനറൽ ഫോമുല ഓഫ് കാറ്റഗറി എ? കാറ്റഗറി എയുടെ ജനറൽ ഫോമുല എന്താണ്? CnH2n ആണ്. CnH2n ആൽക്കീൻ ഫാമിലിയാണ്. നെക്സ്റ്റ്, ചില ഹൈഡ്രോ കാർബൺസിൻ്റെ മൊളിക്കുലാർ ഫോമുല നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏതൊക്കെയാണ് ആൽക്കീനിൽ പെടുന്നത്? ആൽക്കീൻ, അപ്പോൾ ജനറൽ ഫോമുല ഓർക്കുക. ആൽക്കീൻ ജനറൽ ഫോമുല CnH2n ആണ്. CnH2nൽ ഫോൾ ചെയ്യുന്ന ഏതൊക്കെയാണ്? C2H4 വരുന്നു. CnH2n ആൽക്കീനിൽ പെടും. ബാക്കി ഒന്നും CnH2nൽ പെടുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കാറ്റഗറി ദിസ് C2H2 ഏതിൽ പെടുന്നു? C2H2 ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? ആൽക്കൈൻ. CnH2n -2 ആണ് C2H2ൻ്റെ ജനറൽ ഫോമുല. ഇനി ഹൈഡ്രോ കാർബൺസിൻ്റെ ജനറൽ ഫോമുല CnH2n+2ൽ പെടുന്ന ഹൈഡ്രോ കാർബൺസ് ഏതൊക്കെയാണ്? അതായത് CnH2n+2 ആൽക്കെയിൻസിൽ പെടുന്നത് C2H6. C2H6ൽ 2 × 2 +2 4 + 2 6. C2H6ൽ ആൽക്കൈൻ പെടും. ദെൻ C3H8ഉം ആൽക്കൈൻ. CnH2n+2ൽ പെടുന്ന ഹൈഡ്രോ കാർബൺ ആണ് ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഹൈഡ്രോ കാർബണിനെ കുറിച്ചിട്ടുള്ള ഹിൻസ് ആണ് തന്നിരിക്കുന്നത്. അതിൽ 3 കാർബൺ ആറ്റം ഉണ്ട്. ജനറൽ ഫോമുല CnH2n+2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസിയാണ്. CnH2n+2ൽ 3 ആണ് കാർബണിൻ്റെ നമ്പർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഹൈഡ്രോ കാർബണിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. റൈറ്റ് ദ മോളിക്കുലാർ ഫോമുല ആൻഡ് ദ IUPAC നെയിം. മോളിക്കുലാർ ഫോമുല എഴുതുമ്പോൾ N പകരം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ C3 2 × 3 +2 ആണ് ഹൈഡ്രജൻ. സോ 6 + 2 8 ആണ് ഹൈഡ്രജൻ നമ്പർ. സോ മോളിക്കുലാർ ഫോമുല വരുന്നത് C3H8. ഇനി IUPAC നെയിം എന്താണ്? IUPAC നെയിം എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കാം. റൂട്ട് വേർഡ് കണ്ടുപിടിക്കാം. കാർബൺ 3 ആണ്. അപ്പോൾ പ്രൊപ്പാണ് റൂട്ട് വേർഡ്. ഇത് CnH2n+2 ആൽക്കൈൻ്റെ ആണ് ജനറൽ ഫോമുല. അപ്പോൾ ANE ചേർക്കാം, പ്രൊപ്പെയിൻ. ഇനി സ്ട്രക്ചറൽ ഫോമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. സ്ട്രക്ചറൽ ഫോമുല വരയ്ക്കാനായിട്ട് ആദ്യം CC ബോണ്ട് ആദ്യം ഫുള്ള് വരയ്ക്കുക. പിന്നെ ഈ CC ബോണ്ടിൽ പോയ കാർബണിൻ്റെ ആ വാലൻസി ഇലക്ട്രോൺസ് മൈനസ് ചെയ്ത് ബാക്കി എത്ര ഫ്രീ ഇലക്ട്രോൺസ് കാർബണിലുണ്ട് അതെല്ലാം നമ്മൾ CH ബോണ്ട് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. പിന്നെ എൻഷുർ ചെയ്യുക ടോട്ടൽ 8 ഇലക്ട്രോൺസ് ആണ് ഈ മോളിക്കുലാർ ഫോമുലയിലുള്ളത്. സ്ട്രക്ചറൽ ഫോമുല വരച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഓരോ കാർബണിന് ചുറ്റും 4 ബോൺസ് ഫോം ചെയ്താലാണ് ഇതിൻ്റെ ഒക്ടേറ്റ് കംപ്ലീഷൻ നടക്കുകയുള്ളൂ. 8 ഇലക്ട്രോൺ ടോട്ടലി യൂസ് ചെയ്തിട്ടും ഉണ്ടാകണം. അത് എൻഷുർ ചെയ്യുക. ഇനി വേറൊരു ഹൈഡ്രോ കാർബണിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ദ മോളിക്കുലാർ ഫോമുല ഓഫ് ദ ഹൈഡ്രോ കാർബൺ വിത്ത് ദ സെയിം നമ്പർ ഓഫ് കാർബൺ വിത്ത് ഡബിൾ ബോണ്ട്. ഇപ്പോൾ നമ്മൾ വരച്ചത് 3 കാർബൺ ആറ്റമുള്ള സിംഗിൾ ബോണ്ടഡ് CnH2n+2 ഹോമോലോഗസ് സീരീസിൽ പെടുന്നതിൻ്റെ സ്ട്രക്ചറാണ്. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് സെയിം നമ്പർ ഓഫ് കാർബൺ 3 കാർബൺ ആറ്റമുള്ള ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മോളിക്കുലാർ ഫോമുല ആദ്യം കാണൂ. ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ
CnH2n ആണ് അതിൻ്റെ ജനറൽ ഫോമുല. അപ്പോൾ കാർബൺ 3 ആണ് C3H6 2 × 3 ഹൈഡ്രജൻ. C3H6 ആണ് ആ 3 കാർബൺ ആറ്റമുള്ള ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ ഫോമുല. അതിനെ 3 കാർബൺ ആറ്റമുള്ള കാരണം റൂട്ട് വേർഡ് പ്രൊപ്പ്. ആൽക്കീൻ, അതായത് CnH2n ഹോമലോഗ സീരീസ് ആയത് കാരണം ആൽക്കീൻ ആണ്, അപ്പോൾ പ്രൊപ്പീൻ. ഒരു സൈക്ലിക് ഹൈഡ്രോ കാർബണിനെ കുറിച്ചുള്ള ഹിൻ്റാണ് തന്നിരിക്കുന്നത്. 6 കാർബൺ ആറ്റം ഉണ്ട്, 12 ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്. അതിൻ്റെ സ്ട്രക്ചറൽ ഫോമുല വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സൈക്ലിക് കോമ്പൗണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 6 കാർബൺ 12 ഹൈഡ്രജൻ. സൈക്ലിക് കോമ്പൗണ്ട് ആയത് കാരണം ഈ 6 കാർബണിനെ നമ്മൾ ഒരു ഹെക്സഗണൽ ഷേപ്പിൽ ആദ്യം കാർബൺ വരയ്ക്കുക, സൈക്ലിക് ഷേപ്പിൽ. ഇനി 12 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഓരോ കാർബൺ 6 കാർബണിൽ ഓരോ കാർബണിലേക്കും 2 ഹൈഡ്രജൻ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ CH ബോണ്ട് ഓരോ കാർബണിലും 2 വരച്ചു. സൈക്ലിക് ഫോം ആയി കഴിയുമ്പോൾ ഓരോ കാർബണും നോക്കിയാൽ ഓരോ കാർബണിലും 4 സിംഗിൾ ബോണ്ട് വന്നിട്ടുണ്ട്, ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് സൈക്ലോ ഹെക്സെയിൻ. ഇതിൻ്റെ IUPAC നെയിം എഴുതുമ്പോൾ സൈക്ലോ ഹെക്സെയിൻ. സൈക്ലിക് കോമ്പൗണ്ട് ആയത് കാരണം സൈക്ലോ, 6 കാർബൺ ആറ്റം ഉള്ളത് കാരണം വേർഡ് റൂട്ട് ഹെക്സ്, എല്ലാം സിംഗിൾ ബോണ്ട് ആയത് കാരണം എയിൻ. സോ സൈക്ലോ ഹെക്സെയിൻ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോമുല. ഈ സൈക്ലിക് കോമ്പൗണ്ട് ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണിൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സ്ട്രക്ചറൽ ഫോമുല വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഈ സൈക്ലോ ഹെക്സെയിൻ്റെ മോളിക്കുലാർ ഫോമുല C6H12 ആണ്. C6H12 ഇനി ഓപ്പൺ ചെയിൻ ആയിട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ കാർബൺ ഹൈഡ്രജൻ റേഷ്യോ നോക്കുമ്പോൾ ഇതേത് ഹോമലോഗ സീരീസിലാണ് വരുന്നത്? CnH2n ഫോമിലാണ്. CnH2n ഫോം എന്ന് പറയുമ്പോൾ ആൽക്കീനാണ്, ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ 6 കാർബൺ ആറ്റം സിംഗിൾ ബോണ്ടിൽ ഇങ്ങനെ വരച്ചു. ആൽക്കീൻ ആയത് കാരണം ആദ്യത്തെ ബോണ്ട് നമ്മൾ ഡബിൾ ബോണ്ട് കൊടുത്തു. സോ ഇതൊരു ആൽക്കീൻ ഫോമിലേക്ക് ആയി. ഇനി ബാക്കിയുള്ള 12 ഹൈഡ്രജൻ ആറ്റം ഓരോ കാർബണും നോക്കുക. CC ബോണ്ടിൽ പോയ ഇലക്ട്രോൺസ് മൈനസ് ചെയ്ത് 4ൽ എത്ര ബാലൻസ് ഉണ്ട് അവിടെയെല്ലാം ഈ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യുക. ടോട്ടലി 12 ഹൈഡ്രജൻ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. എൻഷുർ ചെയ്യുക. ഇതാണ് സ്ട്രക്ചറൽ ഫോമുല. നെക്സ്റ്റ് മോളിക്കുലാർ ഫോമുല ഓഫ് ആൽക്കെയിൻ വിത്ത് ദ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം. സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം, അതായത് സെയിം നമ്പർ കാർബൺ 6 ആണ്. 6 കാർബൺ ആറ്റമുള്ള ആൽക്കെയിൻ, അതായത് ഈ സിംഗിൾ ബോണ്ട് വച്ചിട്ട് റീപ്ലേസ് ചെയ്ത് വരുന്ന വിധത്തിൽ. അപ്പോൾ ഇത് ഒരു 6 കാർബൺ ആറ്റമുള്ള ആൽക്കെയിൻ്റെ മോളിക്കുലാർ ഫോമുലയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൽക്കെയിൻ്റെ ജനറൽ ഫോമുല എന്താണ്? CnH2n+2. നമ്പർ ഓഫ് കാർബൺ എത്രയാണ്? സെയിം നമ്പർ ആണെന്ന് പറഞ്ഞേക്കാം. അപ്പോൾ 6 തന്നെ. C6ഉം 2 × 6 + 2 12 + 2 14. C6H14 ആണ് ഈ 6 കാർബൺ ആറ്റമുള്ള ആൽക്കെയിൻ്റെ മോളിക്കുലാർ ഫോമുല. നെക്സ്റ്റ് ഒരു CC കാർബൺ ചെയിൻ ഒരു ഡബിൾ ബോണ്ടും ഉണ്ട് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രജൻ ആറ്റമൊക്കെ ആഡ് ചെയ്തിട്ട് ആൻഡ് IUPAC നെയിം എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഈ CC ബോണ്ട്സ് നമുക്ക് എടുത്തെഴുതാം. ഡബിൾ ബോണ്ട് ഉണ്ട് എന്ന് ഇവിടെ കിട്ടി. ഡബിൾ ബോണ്ടിൽ തന്നെ CC വരച്ചു. ഇനി ഹൈഡ്രജൻ ആറ്റം വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ ഓരോ കാർബണിലും എത്ര ഇലക്ട്രോൺസ് CC ബോണ്ടിൽ പോയിട്ടുണ്ട് ബാക്കിയെല്ലാം ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യുക. ഇതാണ് സ്ട്രക്ചറൽ ഫോമുല. ഇതിൻ്റെ IUPAC നെയിം എത്ര കാർബൺ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. 1 2 3 4 5 കാർബൺ ആറ്റം ഉണ്ട്. 5 ആകുമ്പോൾ പെൻറ്റ് ആണ് അതിൻ്റെ വേർഡ് റൂട്ട്. ആൽക്കീൻ ആയത് കാരണം പെൻറ്റീൻ ആണ് IUPAC നെയിം. നെക്സ്റ്റ് മോളിക്കുലാർ ഫോർമുല ടോട്ടൽ എത്ര കാർബൺ ഉണ്ട് എത്ര ഹൈഡ്രജൻ ഉണ്ട് ചേർത്തിടുക. 5 കാർബൺ 10 ഹൈഡ്രജൻ C5H10. നെക്സ്റ്റ് കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. സ്ട്രക്ചർ ഓഫ് ദ സൈക്ലിക് കോമ്പൗണ്ട് ഹാവിങ് സെയിം മോളിക്കുലാർ ഫോമുല. അതായത് C5H10 ആണ് നമുക്ക് ഈ സ്ട്രക്ചറിൻ്റെ മോളിക്കുലാർ ഫോമുല കിട്ടിയത്. ഇതിൻ്റെ സൈക്ലിക് കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറൽ ഫോമുലയാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. C5. അപ്പോൾ 5 കാർബൺ ആറ്റം ഒരു പെൻറ്റഗണൽ ഷേപ്പിൽ ആദ്യം വരയ്ക്കുക. 10 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഓരോ 5 കാർബണിലേക്കും 2 ഹൈഡ്രജൻ വീതം സ്പ്ലിറ്റ് ചെയ്താൽ ഓരോ CH ബോണ്ട്.
അപ്പോൾ ഓരോ കാർബൺ നോക്കിയാലും അതിൽ നോക്കൂ CC ബോണ്ടിലേക്ക് ഓരോന്ന് രണ്ട് ബോണ്ട് പോയിട്ടുണ്ട്, CH ബോണ്ടും. അങ്ങനെ ഓരോന്നും 4 സിംഗിൾ ബോണ്ട് ഓരോ കാർബണിന് ചുറ്റുമുണ്ട്. ഇത് സൈക്ലോ പെൻറ്റേൻ, സൈക്ലിക് കോമ്പൗണ്ട് ആയത് കാരണം സൈക്ലോ, 5 കാർബൺ ഉള്ളത് കാരണം പെൻറ്റ് റൂട്ട് വേർഡ്, എല്ലാം സിംഗിൾ ബോണ്ട് ആയത് കാരണം എൻ. സോ IUPAC നെയിം സൈക്ലോ പെൻറ്റേൻ. നെക്സ്റ്റ് ഒരു ആലിസൈക്ലിക് കോമ്പൗണ്ടിൻ്റെ മൊളിക്കുലാർ ഫോർമുല C4H8 തന്നിട്ടുണ്ട്. ആലിസൈക്ലിക് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സൈക്ലിക് കോമ്പൗണ്ട് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൈക്ലിക് കോമ്പൗണ്ട് ആകുമ്പോൾ നമ്മൾ എന്താ വരയ്ക്കുക? 4 കാർബൺ ആറ്റം ഒരു സൈക്കിൾ ഷേപ്പിൽ വരച്ചു, റെക്റ്റാങ്കുലർ ഷേപ്പിൽ. ഹൈഡ്രജൻ 8 ഉണ്ട്. 4 കാർബണിലേക്കും 2 വീതം ഹൈഡ്രജൻ കൊടുക്കുക. ഓരോ കാർബൺ നോക്കുമ്പോൾ ഓരോ കാർബണും ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 4 സിംഗിൾ ബോണ്ട് പോയിട്ട്. അപ്പോൾ ഇതാണ് സ്ട്രക്ചറൽ ഫോർമുല. ഇതിൻ്റെ IUPAC നെയിം നോക്കുകയാണെങ്കിൽ സൈക്ലോ, 4 കാർബൺ ആറ്റം ആകുമ്പോൾ ബ്യൂട്ട്, എല്ലാം സിംഗിൾ ബോണ്ട് ആകുമ്പോൾ ബ്യൂട്ടൈൻ. ഇനി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺ, ഈ സെയിം മോളിക്കുലാർ ഫോർമുലയുള്ള C4H8ൻ്റെ ഓപ്പൺ ചെയിനിൽ വരയ്ക്കുക. ഓപ്പൺ ചെയിനിൽ വരയ്ക്കുമ്പോൾ നമ്മൾ നോക്കണം കാർബൺ ഹൈഡ്രജൻ റേഷ്യോ CnH2n ആണ്. CnH2n ആകുമ്പോൾ എന്താ മനസ്സിലാകുക? ആൽക്കീനാണ്, ഒരു ഡബിൾ ബോണ്ട് ഉള്ളതായിരിക്കും ആൽക്കീനിൽ. അപ്പോൾ 4 കാർബൺ ആറ്റം CC ബോണ്ട് വരച്ചു, ആൽക്കീൻ ആയത് കാരണം ആദ്യത്തെ ഡബിൾ ബോണ്ട് വരച്ചു. ബാക്കിയുള്ള 8 ഹൈഡ്രജൻ ഓരോ കാർബണും നോക്കി അതിൻ്റെ CC ബോണ്ടിൽ പോയ ഇലക്ട്രോണിനെ മൈനസ് ചെയ്ത് ബാക്കി CH ബോണ്ട് വെച്ചിട്ട് ഫിൽ ചെയ്തു. ഇതാണ് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ഹൈഡ്രോ കാർബൺ ഹാവിങ് ദ സെയിം മോളിക്കുലാർ ഫോർമുല. ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, സൈക്ലിക് ആകുമ്പോൾ ഇതെല്ലാം സിംഗിൾ ബോണ്ടിൽ വന്നു. ആ സെയിം മോളിക്കുലാർ ഫോർമുല ഓപ്പൺ ചെയിൻ ആകുമ്പോഴേക്കും ഒരു ഡബിൾ ബോണ്ട് വന്നു. അതായത് ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ സൈക്ലിക് ആകുമ്പോൾ അതെല്ലാം സിംഗിൾ ബോണ്ടിൽ ആകുന്നത് കാരണം അതിൻ്റെ ഫസ്റ്റിലെയും ലാസ്റ്റിലെയും കാർബൺ തമ്മിലൊരു എക്സ്ട്രാ ബോണ്ട് വരുന്നത് കൊണ്ടാണ് ഈ സിംഗിൾ ബോണ്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ സൈക്ലിക് കോമ്പൗണ്ടിന് പറ്റുന്നത്. ആ ഒരു റിലേഷൻ ഓർക്കുക. നെക്സ്റ്റ് ഒരു ആലിസൈക്ലിക് കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറാണ് തന്നിരിക്കുന്നത്. 4 കാർബൺ ഉണ്ട്, ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ഇറ്റ്സ് മോളിക്കുലാർ ഫോർമുല. മോളിക്കുലാർ ഫോർമുല എഴുതുമ്പോൾ കാർബണും ഹൈഡ്രജനും കൗണ്ട് ചെയ്യുക എഴുതുക. C4H6. IUPAC നെയിം എഴുതണം. IUPAC നെയിം സൈക്ലിക് കോമ്പൗണ്ടിൽ എഴുതുമ്പോൾ സൈക്ലോ വെച്ച് ചേർക്കുക, എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ 4 കാർബൺ, റൂട്ട് വേർഡ് ബ്യൂട്ടാണ്. ഇനി ഈ സ്ട്രക്ചറിൽ ഒരു ഡബിൾ ബോണ്ട് ഉള്ളത് കാരണം ആൽക്കീൻ മാതിരി ഈൻ ചേർക്കണം. അപ്പോൾ സൈക്ലോ ബ്യൂട്ടീനാണ് ഈ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺ. ഈ സെയിം C4H6ൻ്റെ ഓപ്പൺ ചെയിൻ ഫോർമുല ആകുമ്പോഴേക്കും അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനാണ് പറഞ്ഞത്. C4H6 എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ റിലേഷൻ കാർബൺ ഹൈഡ്രജൻ റിലേഷൻ 2n-2 ആണ്. അതായത് CnH2n-2 ആകുമ്പോൾ ഇതൊരു ആൽക്കൈൻ ആണ്. ആൽക്കൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാം. 4 കാർബൺ ആണുള്ളത്. അപ്പോൾ 4 കാർബൺ CC ബോണ്ട് വരച്ചു. ഇത് ആൽക്കൈൻ ആണ്, ഇതിൻ്റെ ജനറൽ ഫോർമുല എന്ന് മനസ്സിലായി. ആൽക്കൈൻ ആയത് കാരണം ഒരെണ്ണം ട്രിപ്പിൾ ബോണ്ട് വേണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ട്രിപ്പിൾ ബോണ്ട് വരച്ചു. ഇനി H6, ഇനി 6 ഹൈഡ്രജൻ ആറ്റം. ഓരോ കാർബണിനെ നോക്കുക, CC ബോണ്ടിൽ പോയ ഇലക്ട്രോണിനെ 4 കുറച്ചിട്ട് ബാക്കിയുള്ളിടത്തെല്ലാം CH ബോണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ നോക്കൂ, സൈക്ലിക് കോമ്പൗണ്ട് ആയപ്പോൾ ഇതിൽ ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു, ഓപ്പൺ ചെയിൻ ആയപ്പോൾ ട്രിപ്പിൾ ബോണ്ട്. അതായത് ട്രിപ്പിൾ ബോണ്ടിനെ സൈക്ലിക് കോമ്പൗണ്ടിലേക്ക് ആകുമ്പോഴേക്കും ഒന്ന് ഡൗൺ ഗ്രേഡ് ചെയ്ത് ഡബിളിലേക്ക് മാറി. ഇനി ആ സെയിം റിലേഷൻ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത അതേ റിലേഷൻ, സൈക്ലിക് കോമ്പൗണ്ടിൽ കുറച്ച് ഓപ്പൺ ചെയിനിലേക്കാളും ഒരു ഡൗൺ ഗ്രേഡഡ് ബോണ്ട്സ് ആണ് ഉണ്ടാകുക. അതായത് ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആകും. ഡബിൾ ബോണ്ടാണ് ഓപ്പൺ ചെയിനെങ്കിൽ സൈക്ലിക് ആകുമ്പോൾ എല്ലാം സിംഗിൾ ബോണ്ട് ആകും. ആ റിലേഷൻ ഓർക്കുക. ക്വസ്റ്റ്യൻ, ഒരു ഹൈഡ്രോകാർബണിൻ്റെ മോളിക്കുലാർ ഫോർമുല C3H6 ആണ്. സ്ട്രക്ചറൽ ഫോർമുലയാണ് വരയ്ക്കേണ്ടത്. C3H6 ഇത് സൈക്ലിക് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഓപ്പൺ ചെയിൻ ആണ്. അപ്പോൾ C3H6 CnH2n ആണ്. സോ ഡബിൾ ബോണ്ടാണ് അതിൻ്റെ ബോണ്ടിങ് ഉള്ളത്. സോ C 3 കാർബൺ ആറ്റം വരച്ചു. ആദ്യത്തേത് CnH2n കാറ്റഗറി ആയത് കാരണം
ആദ്യത്തെ ഡബിൾ ബോണ്ട് വരച്ചു. എല്ലാ 6 ഹൈഡ്രജൻ ആറ്റം ഓരോ കാർബണിനെ CC ബോണ്ടിൽ പോയ ഇലക്ട്രോൺസ് മൈനസ് ചെയ്ത് ബാക്കി CH ബോണ്ട് ഫിൽ ചെയ്തു. ഇവിടെ ചോദിച്ചിരിക്കുന്ന നെക്സ്റ്റ് ഏത് കാറ്റഗറിയിലാണ് ഇത് ബിലോങ് ചെയ്യുന്നത്? ഡബിൾ ബോണ്ട് ഉണ്ട്, സോ ആൽക്കീനിലാണ് ഇത് ബിലോങ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ആലിസൈക്ലിക് കോമ്പൗണ്ട്. ഈ C3H6ന്റെ ഓപ്പൺ ചെയിൻ ആണ് നമ്മളിപ്പോൾ കണ്ടത്. അതിനെ സൈക്ലിക് കോമ്പൗണ്ട് ആവുമ്പോൾ സ്ട്രക്ചറൽ ഫോമിൽ എങ്ങനെ ഇരിക്കും? 3 കാർബൺ ഒരു ട്രയാങ്കുലർ ഫോമിൽ വരയ്ക്കുക. 6 ഹൈഡ്രജൻ ഓരോ കാർബണിലേക്കും 2 വീതം കൊടുത്താൽ ഓരോ കാർബണും നോക്കുമ്പോൾ അതിനകത്ത് ഓരോന്നിലും 4 ബോൺസ് ഫോം ചെയ്തിട്ടുണ്ട്. ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് സ്ട്രക്ചറൽ ഫോമുല. അതിൻ്റെ IUPAC നെയിം എഴുതുമ്പോൾ സൈക്ലോ 3 കാർബൺ ആകുമ്പോൾ സൈക്ലോ പ്രൊപ്പ് എയിൻ എല്ലാം സിംഗിൾ ബോണ്ട് ആയതാണ് സൈക്ലോ പ്രൊപ്പെയിൻ ആണ് IUPAC നെയിം. ഇനി ഒരു മൊളിക്കുലർ ഫോമുല ഓഫ് നാഫ്തലിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ കാണാതെ പഠിക്കാം. നാഫ്തലിൻ്റെ മൊളിക്കുലർ ഫോമുല C10H8 ആണ്. അതിൻ്റെ സ്ട്രക്ചറൽ ഫോമുലയും പഠിക്കുക. 2 ബെൻസീൻസ് റിങ്സ് ഫ്യൂസ് ചെയ്ത ഒരു സ്ട്രക്ചറാണ് നാഫ്തലിനുള്ളത്. നാഫ്തലിൻ്റെ ഈ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നാഫ്തലിൻ മെയിൻലി മോത്ത് ബോൾസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെയിൻ കെമിക്കലാണ്. അതാണ് നാഫ്തലിൻ്റെ ഒരു മെയിൻ ഉപയോഗമാണിത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് പെട്രോളിയത്തിൻ്റെ സെപ്പറേറ്റ് കോമ്പണൻസിനെ സെപ്പറേറ്റ് ഔട്ട് ചെയ്യുന്ന ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ചിട്ടാണ് പെട്രോളിയത്തിനെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻ്റ് ആയിട്ടുള്ള കോമ്പണൻസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്യൂട്ടൈൻ LPGയിൽ ഉള്ള ഒരു മെയിൻ കോമ്പണൻറ്റ് അതൊരു ആൽക്കെയിൻ ആണ്. അതിനകത്ത് 4 കാർബൺ ആറ്റം ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്ട്രക്ചറൽ ഫോമുല ഓഫ് ബ്യൂട്ടൈൻ. നമുക്ക് ഡേറ്റ ഇവിടെ തന്നിട്ടുണ്ട്. ബ്യൂട്ടൈൻ ആൽക്കെയിൻ ആണ്. CnH2n+2 ആണ് ജനറൽ ഫോമുല എന്ന് മനസ്സിലായി. 4 കാർബൺ ഉണ്ട്. അപ്പോൾ CnH2n+2ൽ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ C4H10 ആണ് മൊളിക്കുലർ ഫോമുല. സ്ട്രക്ചറൽ ഫോമുല വരയ്ക്കാൻ 4 കാർബൺ ആറ്റമാണ്, എല്ലാം സിംഗിൾ ബോണ്ടും ആണ്. ബിക്കോസ് ഇത് ആൽക്കെയിൻ ആണ്, CnH2n+2 ആണ്, എല്ലാം സിംഗിൾ ബോണ്ടിൽ തന്നെ നമുക്ക് കിട്ടും. എല്ലാം CC ബോണ്ട് വരച്ചു. ഈ 10 ഹൈഡ്രജൻ CH ബോണ്ട് ഫിൽ ചെയ്തു. ഇതാണ് ബ്യൂട്ടൈൻ സ്ട്രക്ചറൽ ഫോമുല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഒരു സെറ്റ് ഓഫ് ഗ്യാസസ് മീതെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ആൻഡ് നൈട്രസ് ഓക്സൈഡ് ഗ്യാസസ് തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏതാണ് ഗ്ലോബൽ വാർമിങ്ങിനെ സപ്പോർട്ട് ചെയ്യാത്തത്? ഈ തന്നിരിക്കുന്ന ലിസ്റ്റിലെ നൈട്രജൻ മാത്രമാണ് ഗ്ലോബൽ വാർമിങ്ങിന് ഇടയാക്കാത്തത്. ബാക്കി എല്ലാവരും ഗ്ലോബൽ വാർമിങ്ങിനെ സപ്പോർട്ടാണ് ചെയ്യുന്നത്. സോ ആൻസർ നൈട്രജൻ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് 2 മെത്തേഡ് പറയണം ഗ്ലോബൽ വാർമിങ്ങിനെ തടയാൻ ഉള്ള. ആൻസർ, ഗ്ലോബൽ വാർമിങ്ങിനെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് റിന്യൂവബിൾ എനർജി കൂടുതലായിട്ട് ഉപയോഗിക്കുക. റിന്യൂവബിൾ എനർജി ലൈക്ക് സോളാർ എനർജി, വിൻഡ് എനർജിയൊക്കെ ഉപയോഗിക്കാം ഈ ഫോസിൽ ഫ്യൂവലിന് പകരമായിട്ട്. അങ്ങനെ ഗ്ലോബൽ വാർമിങ്ങിനെ തടയാൻ പറ്റും. വേറൊരു മെത്തേഡ് കൂടുതൽ ട്രീസ് നട്ടുപിടിപ്പിക്കുക. കൂടുതൽ ട്രീസ് ആകുമ്പോഴേക്കും ഈ കാർബൺ ഡൈ ഓക്സൈഡിനെയൊക്കെ കൂടുതൽ അബ്സോർബ് ചെയ്യുമ്പോൾ ഈ ഗ്ലോബൽ വാർമിങ്ങിനെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.